എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൽ ധാരാളം സഹോദര കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ, ഭരതശത്രുഘ്നന്മാർ, രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ, സുഗ്രീവനും ബാലിയും, ജടായുവും സമ്പാദിയും, അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് ഭരതൻ എന്ന കഥാപാത്രം. താൻ അയോധ്യയിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മയുടെ ദുഷ്ചിന്ത കാരണം ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന് വനവാസത്തിന് പോകേണ്ടി വന്നു എന്നറിയുമ്പോൾ ജ്യേഷ്ഠന് ലഭിക്കാത്ത സുഖഭോഗങ്ങളൊന്നും തന്നെ തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ രാജസുഖങ്ങളും ഉപേക്ഷിച്ച് തനിക്ക് കിട്ടേണ്ടിയിരുന്ന അധികാരങ്ങളും ഐശ്വര്യവും സമ്പത്തും ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് കാഷായ വസ്ത്രമണിഞ്ഞ് ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വച്ച് ജനസേവ ചെയ്യുകയാണ് ഭരതൻ. അധ്യാത്മരാമായണത്തിൽ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ശംഖായ പാഞ്ചജന്യമാണ് ഭരതനായി അവതരിച്ചതെന്നാണ്. ഭരതൻ്റെ സാഹോദര്യ സ്നേഹം, സഹോദരനോടുള്ള ബഹുമാനം, ഇതൊക്കെ കുറിച്ചാണ് ഇന്ന് ശ്രീകുമാർ സാർ സംസാരിക്കുന്നത്. നമസ്കാരം. രാമായണം ഈ പറഞ്ഞതുപോലെ നിരവധി സഹോദര ബന്ധങ്ങളുടെ കഥയാണ്. അതുകൂടാതെ തന്നെ അത് പ്രധാനപ്പെട്ട 3 സാമ്രാജ്യങ്ങളുടെ കഥ കൂടിയാണ്. അയോധ്യ, കിഷ്കിന്ധ, ലങ്ക എന്ന 3 സാമ്രാജ്യങ്ങൾ. ഈ 3 സാമ്രാജ്യങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു സാമ്യം കാണാം. 3ഇടത്തും ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് വേണ്ടി അധികാരമൊഴിയേണ്ടി വന്നു. അയോധ്യയിൽ ഭരതൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഭരണമൊഴിയേണ്ടി വന്നു. കിഷ്കിന്ധയിൽ അങ്ങനെയല്ല. കിഷ്കിന്ധയിൽ ബാലിയെ വധിച്ചുകൊണ്ട് സുഗ്രീവൻ അധികാരത്തിൽ വരേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെ ഒഴിവാക്കണം എന്നതിനൊരു ബാഹ്യശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവിടെ അധികാര കൈമാറ്റം നടന്നത്. ലങ്കയിലും അങ്ങനെ തന്നെ. ലങ്കയിൽ വിഭീഷണൻ ശ്രീരാമനോടൊപ്പം ചേർന്നിട്ട് അവിടുത്തെ നിഗൂഢതകളൊക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് രാവണനെ നിഗ്രഹിച്ച ശേഷമാണ് അവിടെ അധികാരം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി 2 രാജ്യങ്ങളും അയോധ്യയും തമ്മിലുള്ള വ്യത്യാസം, അയോധ്യയിൽ അധികാരം കാക്ഷിക്കാത്ത ഒരാളിലേക്ക് അധികാരം വന്നു ചേരുകയും അയാൾ പോലും അറിയാതെ അയാളുടെ സഹോദരൻ അധികാരഭ്രഷ്ടനാവുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരതൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചത് ഒരു വലിയ യാതനയും വലിയ പശ്ചാത്താപത്തിനിടയാക്കുന്ന ഒന്നും കഠിനമായ മഹാദുഃഖത്തിന് കാരണമാക്കുന്ന ഒന്നുമായി തീർന്നു. അദ്ദേഹം അതിലെല്ലാ സമയത്തും അസ്വസ്ഥനായിരുന്നു. കേകയ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒന്നും അറിയാത്തപ്പോൾ ഒരത്യാവശ്യമുണ്ട്, തിരിച്ച് അയോധ്യയിലേക്ക് വരണം, വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മം നിർവഹിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം ആദ്യം നേരിടുന്നത് രാജധാനിയിലേക്ക് പോകുന്ന വഴി കൗസല്യ അവരുടെ രാജധാനിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വഴിയിൽ വെച്ച് ഭരതനെ അധിക്ഷേപിക്കുകയാണ്, ശാപവാക്കുകൾ ഉതിർക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഭരതൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഒന്നും വേണ്ട, ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല, എനിക്ക് രാജ്യം വേണ്ട, ശ്രീരാമനെ ഒഴിവാക്കിയിട്ട് ഭരണാധികാരം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് അവിടെ പറഞ്ഞിട്ട്, അത് സത്യം പറഞ്ഞാൽ അതൊരു, നമ്മൾ ഈ നാടകത്തിലൊക്കെ ഭരതവാക്യം എന്ന് പറയുന്നത് അവസാനം പറയുന്നതാണ് നാടകത്തിൻ്റെ. ഈ ഭരതനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. പക്ഷേ എന്നാലും ഇവിടെ അതൊരു ഭരതവാക്യമാണ്. കൗസല്യയുടെ മുമ്പിൽ അതോടുകൂടി കൗസല്യ അതുവരെ ഉന്നയിച്ചു വന്ന വാദഗതികളൊക്കെ നിഷ്പ്രഭമാവുകയും ഭരതൻ്റെ മുന്നിൽ കീഴടങ്ങുകയും ചെയ്തുകൊണ്ട് ഭരതനെ നമിച്ച് ഭരതനെ ആശീർവദിച്ച് അങ്ങനെയാണ് പിന്നെ പിരിയുന്നത്. ഭരതനും കൂടി അറിഞ്ഞിട്ടാണ് ഇത് എന്നായിരിക്കുമല്ലോ ധരിച്ചിട്ടുണ്ടാവുക. എല്ലാവരും അങ്ങനെ ധരിച്ചിരുന്നല്ലോ. ഈവൻ ശ്രീരാമൻ പോലും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ വനവാസത്തിന് പോയപ്പോൾ ആക്രമിക്കാൻ വരികയാണ്. അതെ, അങ്ങനെ വിചാരിക്കാൻ കാരണം അതാണല്ലോ. അതിനെക്കുറിച്ച് I.C. ചാക്കോ, പ്രൊഫസർ I.C. ചാക്കോ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഈ രംഗം വളരെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ രാമൻ മുകളിൽ നിന്ന് ഈ സൈന്യം ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ആക്രമിക്കാനാണ് വരുന്നത് എന്ന് വിചാരിച്ച് ലക്ഷ്മണനോട് അമ്പും വില്ലും എടുത്ത് തയ്യാറാകും എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ഈ രാമായണം, വാൽമീകി രാമായണത്തിൽ കൃത്യമായിട്ട് എങ്ങനെയാണത് പറയുന്നത് എന്ന് വർണ്ണിച്ചിട്ട് അദ്ദേഹം അത് പറയും. ആ പുസ്തകം I.C. ചാക്കോയുടെ പുസ്തകം വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. മഹാപണ്ഡിതനായിരുന്നു. ശ്രീരാമനെ ക്ഷണിക്കാൻ വന്നത്. അതെ, അതാണല്ലോ അതിനകത്തെ ഒരു വലിയ കാര്യം. അപ്പോൾ ഈ അധികാരത്യാഗത്തിൻ്റെ വലിയ പ്രതീകമാണ് ഭരതൻ.
അദ്ദേഹം ശ്രീരാമനോട് ചെന്ന് പറയുന്നത്, ശ്രീരാമനപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഭരതനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ജടയും വൽക്കലവും ഒക്കെ അണിഞ്ഞു നിൽക്കുന്നത്, ഇനി രാജാവല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഭരതൻ പറയുന്നത്, ഞാൻ ഈ രാജ്യം എടുക്കുന്നില്ല, എനിക്ക് വേണ്ട, ഞാൻ ശത്രുഘ്നനോടൊപ്പം ഈ വനത്തിൽ കഴിഞ്ഞോളാം, അങ്ങ് ലക്ഷ്മണനുമായിട്ട് പോയി സീതാസമേതനായിട്ട് അയോധ്യ ഭരിച്ചാലും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അച്ഛന് വേണ്ടി ചെയ്ത വാഗ്ദാനം ഒരിക്കലും ഞാൻ ലംഘിക്കില്ല എന്ന് പറയുന്ന കഠിന വ്രതത്തിലാണ് ശ്രീരാമൻ്റെ നില. അപ്പം ഈ രണ്ടുപേരും രണ്ട് തരത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന രണ്ട് വ്യക്തി ഗുണങ്ങളുടെ പ്രതിനിധികളായിട്ട് മാറുന്നു. ഒരാൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയിട്ട് രാജ്യം ഉപേക്ഷിക്കുന്നു. വേറൊരാൾ തനിക്കിത് അർഹമില്ലാത്തതാണ്, തനിക്കിത് അർഹതയില്ലാതെ ലഭിച്ചതാണ്, ഞാനിതിന് അർഹനല്ല എന്ന് വിചാരിച്ച് രാജ്യം ഉപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഭരണാധികാരത്തിൻ്റെ അധികാരം എന്നത് പ്രലോഭനീയമായിട്ട് ലോകത്തെ പല സ്ഥലത്ത് നിലനിൽക്കുകയും ആ അധികാരം പ്രലോഭനീയമായി മനുഷ്യരിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഏത് തരം മലിനമായ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മളുടെ ജീവിതം. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച വ്യവസ്ഥിതിയല്ലേ. ഈ ജനാധിപത്യത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടല്ലേ നമ്മളുടെ ജീവിതം. അപ്പോൾ അധികാരം എന്നത് അങ്ങനെ പ്രലോഭനീയമായി നിലനിൽക്കുമ്പോൾ ഇവിടെ രണ്ടു പേർ രണ്ട് കാരണം കൊണ്ട് അധികാരത്തെ ഉപേക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതുകങ്ങളുമായിട്ട് വന്നിട്ട് നന്ദിഗ്രാമത്തിൽ വന്ന് രാജകൊട്ടാരത്തിൽ പോലും താമസിക്കാതെ മറ്റൊരു സ്ഥലത്ത് വെറും നിലത്ത് കിടന്നുറങ്ങി ഋഷിതുല്യമായിട്ട് ജീവിച്ച് പട്ടാഭിഷേകത്തിനായിട്ട് തിരിച്ചു വരുന്ന ശ്രീരാമൻ അയോധ്യയിൽ എത്തിച്ചേരുമ്പോൾ ഈ പാതുകങ്ങൾ കൊണ്ടുവച്ചു കൊടുക്കുകയാണ്. ഈ പാതുകത്തിലേക്ക് പ്രവേശിച്ചാലും എന്നാണ്. കാരണം ഭരതനെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലെ അധികാരത്തിൻ്റെ പ്രതീകം ഈ പാതുകങ്ങളാണ്. ഇതിലേക്ക് ശ്രീരാമൻ പ്രവേശിക്കുന്നതോടുകൂടി എല്ലാം ഭദ്രമായി എന്നാണ്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയായി. ശ്രീരാമൻ ഈ പാതുകങ്ങൾ ധരിക്കുമ്പോൾ ഭരതൻ കൃതാഞ്ജലിയായിട്ട് പറയുന്നുണ്ട്, അങ്ങ് ഒരു കാലത്ത് അങ്ങ് വനത്തിലേക്ക് പോകുമ്പോൾ എന്നെ ഈ ഏൽപ്പിച്ച രാജ്യം ഞാൻ അതുപോലെ തിരിച്ചേൽപ്പിക്കുന്നു. അന്നുണ്ടായിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും 10 മടങ്ങ് ഇതിന് അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട്, അവേക്ഷതം ഭവാൻ കോശം കോഷ്ഠാകാരം പുരം ബലം. അവേക്ഷതം ഭവാൻ കോശം, അങ്ങിവിടുത്തെ ധനസ്ഥിതി പരിശോധിച്ചാലും, അങ്ങിവിടുത്തെ ബാക്കി സമ്പത്തുകൾ പരിശോധിച്ചാലും, അങ്ങിവിടുത്തെ ബലം സൈന്യം, ഈ സൈന്യത്തെ പരിശോധിച്ചാലും എല്ലാം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ മാത്രമേ ഭരതൻ ആ അധികാരത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഭരതൻ്റെ ഒരു ത്യാഗത്തിൻ്റെ ഫലമാണ്. അങ്ങയുടെ അനുഗ്രഹത്താൽ ഇതെല്ലാം 10 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ഈ 14 കൊല്ലം ഞാൻ ഭരിച്ചിട്ട് ഇതെൻ്റെ അധ്വാനം കൊണ്ടുണ്ടായി എന്നല്ല. നമ്മളൊക്കെ എങ്ങനെ മേനി പറയുന്ന ആളുകളാണ് നമ്മളെന്ന് ആലോചിച്ചു പോകണം. വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്ന തരത്തിൽ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തോ എൻ്റെ മിടുക്കുകൊണ്ടാണ് ചെയ്തത് നമ്മൾ പറയുന്ന എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് സ്വകാര്യ കമ്പനിയിലോ ജോലിയിലിരിക്കുന്ന ഒരാൾ അയാളുടെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാൾ ഞാനാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഭരതനെക്കുറിച്ച് ആലോചിക്കുന്നത്. എത്രമാത്രം ഉദാരമായിട്ടാണ് ഭരതൻ പെരുമാറിയിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീരാമനെ അത് എത്രമാത്രം ആഹ്ലാദിപ്പിച്ചിട്ടുണ്ടാവുമെന്നും എത്രമാത്രം ആശ്വസിപ്പിച്ചിട്ടുണ്ടാവുമെന്നും നമ്മൾ വിചാരിക്കണം. കാരണം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമില്ല ഭരതനത് തിരിച്ചു കൊടുക്കുമെന്ന്. ഹനുമാനോട് പറയുന്നുണ്ട്, പോയി അയോധ്യയിലെ സ്ഥിതിയൊക്കെ അറിഞ്ഞിട്ട് വരാൻ. അപ്പോൾ ആ സ്ഥിതി അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം, 14 വർഷമാണ് മാറിയത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തിരിച്ചു വരാൻ പറയുന്നുണ്ട്. അല്ല, അതിനു മുമ്പ് ശ്രീരാമനെ കാണാൻ പോകുന്ന സന്ദർഭം നമുക്ക് ഒന്നുകൂടി ഓർക്കാം. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ 14 കൊല്ലം വനവാസം ചെയ്തിട്ട് ഞാൻ അമ്മയോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടുന്നാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഗുഹനോട് ചോദിക്കുമ്പോൾ ഗുഹൻ പറയുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ ഈ കഠിനമായിട്ടുള്ള വെറും നിലത്താണ് കിടന്നുറങ്ങിയത്, ലക്ഷ്മണൻ ഒരു മരത്തിൽ ചാരി നിന്ന് രാത്രി മുഴുവൻ നിന്നു, ആഹാരം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഭരതൻ അതിൻ്റെ സങ്കടം കൊണ്ട് വെറും നിലത്ത് കിടന്ന് ഉരുളുകയും നിലവിളിക്കുകയും മോഹാലസ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം രാജധാനിയിലുള്ള ബാക്കി എല്ലാവരും ഓടി അവിടെ വെച്ചാണ് ഈ തീരുമാനം എടുക്കുന്നത്, ഞാൻ ജടാവൽക്കലം ധരിക്കുമെന്ന്. ഈ ശ്രീരാമൻ്റെ ഈ ജീവിതം കണ്ടിട്ടാണ് ഭരതൻ തീരുമാനിക്കുന്നത് താൻ ജടയും വൽക്കലവും ധരിച്ച് ഇനി മുതൽ സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിതത്തിൽ സന്യാസം പോലെ ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ശ്രീരാമൻ ഒരു കാര്യം കൂടി ഉപദേശിക്കുന്നുണ്ട്, നീ ഇത്രയും നാൾ നിൻ്റെ അമ്മയെക്കുറിച്ച് ധാരാളം കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഭത്സിച്ചിട്ടുണ്ട് നീ. പക്ഷേ നീ തിരിച്ചു പോകുമ്പോൾ
നിൻ്റെ അമ്മയെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവായി മറ്റു മാതാക്കളെ കരുതുന്നത് പോലെ നീ കരുതി അവരോട് അങ്ങേയറ്റം ആദരവോടുകൂടി പെരുമാറണം എന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ കൈകേയി തിരിച്ചു വന്ന് അയോധ്യയിൽ സുരക്ഷിതയായി കഴിയാനുള്ള കാരണം ശ്രീരാമൻ്റെ ആ ഉപദേശമായിരിക്കും. കാരണം അത്രയ്ക്ക് അമ്മയോട് ശത്രുതയോട് കൂടിയിട്ടാണ് ഭരതൻ പോകുന്നത്. ഇങ്ങനെ ഭരതനും ബാക്കിയുള്ള ആളുകളും അമ്മയും എല്ലാം സംസാരിച്ചിട്ട് പോകുമ്പോൾ ശ്രീരാമൻ പർണകുടീരത്തിലേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ ഒരു സ്നേഹത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും മാനസിക സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രുദന്നിവ എന്നാണ് പറയുന്നത്, കരഞ്ഞുകൊണ്ടാണ് കയറിയത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് കരഞ്ഞതുപോലെ തോന്നി എന്ന് പറയുന്നവരുണ്ട്. ശ്രീരാമൻ കരഞ്ഞു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഭക്തിയുള്ള ആളുകളുണ്ടല്ലോ, അവർ കരയുന്നത് പോലെ തോന്നിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഭരതൻ ഉൾപ്പെടുന്ന ഇതിൻ്റെ ഈ രാമായണ സന്ദർഭങ്ങൾ എന്നത് അത്യധികം ഗംഭീരമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. നമ്മൾ ഭരതൻ എന്നതൊരു മൂല്യമാണ്, ഭരതൻ എന്നതൊരു കഥാപാത്രമല്ല. രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഏതെങ്കിലും ഒരു മൂല്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിലെ പ്രതികൂലമെന്ന് നമ്മൾ വിചാരിക്കുന്ന, അതിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്നു നമ്മൾ വിചാരിക്കുന്ന, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വില്ലന്മാരായിട്ട് കാണപ്പെടുന്ന കഥാപാത്രങ്ങളും അവരുടേതായ ചില മൂല്യങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെ, ഒരമ്മ പെറ്റ കൂടപ്പിറപ്പുകൾ പോലും സ്വത്തിനും സമ്പാദ്യത്തിനുമൊക്കെ വേണ്ടി കടിപിടി കൂടുമ്പോൾ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും അച്ഛൻ ഒന്നാണെങ്കിലും അമ്മമാർ വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സഹോദരന് വേണ്ടി തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വത്തും അല്ലെങ്കിൽ രാജസുഖങ്ങളും സമ്പത്തും അധികാരവും എല്ലാം വേണ്ടെന്ന് വെച്ച് സന്യാസിയെ പോലെ ജീവിച്ച് ഭരണം നിർവഹിച്ച ആളാണ് ഭരതൻ. എല്ലാ കാലത്തും സഹോദരങ്ങളായിട്ടുള്ള ഓരോരുത്തർക്കും മാതൃകയാണ് ഭരതൻ. അടുത്ത ദിവസം മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും എത്താം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.